വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പാനായി നാദാപുരം നരിപ്പറ്റയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തിവന്ന ഊട്ടുപുര പൂട്ടിച്ച സർക്കാർ നടപടിക്കെതിരെ ഇപ്പോൾ വിമർശനം ശക്തമാവുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഊട്ടുപുരയുണ്ടായിരുന്നതിനാൽ ദുരന്തബാധിത പ്രദേശത്ത് അതുപോലെ ആ പരിസരത്തുള്ള ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടിരുന്നില്ല. ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിച്ചത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ് എന്നതാണ് PK ഫിറോസിന്റെ പ്രതികരണം. 4 ദിവസം വിശ്രമമില്ലാതെ സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ എന്നും ഫിറോസ് പറയുന്നുണ്ട്. ഇന്നലെയാണ് ഊട്ടുപുര പൂട്ടാൻ സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് DIG സംഘാടകരോട് ആവശ്യപ്പെട്ടത്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ, സൈനികർ, പോലീസുകാർ, വളണ്ടിയർമാർ, ആരോഗ്യ പ്രവർത്തകർ, മൃതദേഹം തിരയുന്ന ബന്ധുക്കൾ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി എല്ലാവർക്കും 4 ദിവസം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപുരയാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നത്. ഈ വിഷയത്തിൽ വടകര MP ഷാഫി പറമ്പിൽ വൈറ്റ് ഗാർഡ് നടത്തി വന്ന ഊട്ടുപുരയിലെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ ഷാഫി കുറിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: 3 നേരവും 4 ദിവസമായി രാവിലെ 5 മുതൽ രാത്രി 12 മണി വരെ 35,000-ഓളം പേർക്ക് ദുരന്ത ബാധിതർക്കും സേനാംഗങ്ങൾക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും അന്നം കൊടുത്തു. അഭിമാനമാണ് വൈറ്റ് ഗാർഡ്. അവരെ സർക്കാർ സംവിധാനങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ മതി, വേറൊരു പുല്ലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഷാഫി പ്രതികരിച്ചത്. അദ്ദേഹം ഷെയർ ചെയ്ത ആ വീഡിയോയിലേക്ക് 네.